ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസത്തിലേക്ക് കടന്നു. ഡിസംബർ മാസം വരെയാണ് അവർക്ക് ലഭ്യമാകുന്ന പണത്തിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഓർഡർ ജനുവരി മാസം പുറത്തിറക്കും. അവിടെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന തീയതി വരെ ഇത്തരം ആളുകൾക്ക് 2 കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം 300 രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും 3 മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി മാസം തന്നെ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങും. ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടിയെടുക്കും. ഈ കരുതൽ ചെറുതല്ല. ഈ ഇനത്തിൽ മാത്രം 15,64,10,000 രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു. അതായത് പുതിയ വർഷത്തെ 2026 എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2026 മാസത്തിൽ തന്നെ പുറത്തിറങ്ങും എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരാശങ്കയും ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിച്ചല്ലോ. ഈ ദുരന്തബാധിതരെ 2024 ജൂലൈ 30-നുണ്ടായ ദുരന്തത്തിൽ ഓഗസ്റ്റ് 24-നകം പിന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചപ്പോൾ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 6,000 രൂപയുടെ വാടക 3 മാസക്കാലം കൊണ്ട് തീരും എന്ന് പ്രഖ്യാപിച്ചല്ലേ. എന്നാൽ 2024 ആഗസ്റ്റ് മാസം 813 പേർക്ക് കൊടുത്തിട്ടുള്ള 6,000 രൂപയുടെ വാടക ഈ 2025 അവരവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചു പോയി കഴിഞ്ഞ് ബാക്കിയുള്ള 425 പേർക്കും ഡിസംബർ മാസവും ആ വാടക കൊടുത്തു. 1.5 വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും കേരളത്തിലെ ഗവൺമെൻറ് ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. ഇനി വരുത്താനും ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴാണോ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് ആ കാലം വരെ ആ പണം കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അവിടെ നിർമ്മിക്കാൻ പോകുന്ന പുതിയ നഗരം കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം 2026 ജനുവരി മാസം തന്നെ ആവശ്യമായ ഉത്തരവ് പുറത്തിറങ്ങും. ഒരു ഭീതിയും ഉണ്ടാകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഫെബ്രുവരി മാസത്തിൽ തന്നെ ആദ്യഘട്ട വീടുകൾ പൂർണ്ണമായും കൈമാറാൻ കഴിയും എന്ന പ്രതീക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും.